വെൽക്കം ബാക്ക് ടു വി ടോക്സ്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് സ്റ്റീൽ ഓർ റിവീൽ ചലഞ്ച്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് സ്റ്റീൽ ഓർ റിവീൽ തന്നെ ഒരു ഫുഡ് ചലഞ്ച് ആണ്. സോ അത് എങ്ങനെയാണെന്നുള്ള അറിയാമോ? റൂൾ അറിയാമോ? ഇത് പറയുന്നതിന് മുന്നേ ഇതെല്ലാം ഗ്രഹിച്ചെടുക്കാൻ ഞാൻ മറ്റേ കടിയാറല്ല. അല്ല, ഒന്ന് കേളിക്കടാ നീ. അറിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ഫ്രണ്ടിൽ 3 ഫുഡ് ഐറ്റംസ് ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ നിനക്കത് സ്റ്റീൽ ചെയ്യാം, അല്ലെങ്കിൽ നിനക്കത് റിവീൽ ചെയ്യാം. എന്റെ മുമ്പിൽ ഫുഡ് ഐറ്റം ഉണ്ടല്ലോ, ഇവനാണെങ്കിൽ സ്റ്റീൽ പറഞ്ഞിട്ടുണ്ട് ഈ ഫുഡ് ഐറ്റം ഞാൻ ഇപ്പൊ ആരുടെ കയ്യിൽ സ്റ്റീൽ ചെയ്യേണ്ടത് അവനോട് ചോദിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ജെക്ടന്റെ അല്ലെങ്കിൽ എന്റെ പറയാം. അപ്പോൾ എന്റെയാണ് സ്റ്റീൽ പറയുന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഫുഡ് ഐറ്റം നിനക്ക് തരും. ഞാനുണ്ട് നിങ്ങളുടെ സമ്മതത്തോട് മാത്രമേ തരാൻ എടുക്കാൻ പറ്റുള്ളൂ. അല്ല, നീ സ്റ്റീൽ പറഞ്ഞാൽ നിനക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അത് ഓപ്പൺ അല്ല, അത് കൂട്ടിയായിരിക്കും വെച്ചേക്കുന്നത്. ഇപ്പൊ ബ്രോക്ക് തരാം. ബ്രോ ഫസ്റ്റ് ഇത് പറഞ്ഞ സ്റ്റീൽ. വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഒന്നെങ്കിൽ റിവീൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റിവീൽ എന്ന് വെച്ചാൽ പുള്ളിക്ക് അത് ഇപ്പൊ സ്വാപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല, സ്റ്റീൽ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്ക് ആ ഫുഡ് എന്താന്ന് വെച്ചാൽ തുറന്നു നോക്കാം. അത് തുറന്നു നോക്കി കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ ഫുഡ് നമുക്ക് സ്റ്റീൽ ചെയ്യാനും പറ്റത്തില്ല. അതെന്തൊരു പരിപാടിയാ? അപ്പൊ പിന്നെ തുടങ്ങാൻ നേരത്തെ അങ്ങ് തുടങ്ങി പൊക്കി നോക്കിയാ പോരെ. അപ്പൊ പിന്നെ ആൾക്ക് സ്റ്റീൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ നല്ല ഫുഡ് ആയിട്ട് ഇരിക്കണമെങ്കിലോ? മനസ്സിലായോ? അപ്പൊ അതാണ് ചലഞ്ച്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നേരെ ചലഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്തുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ പ്ലേറ്റ്സും കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. ജക്ടോണി സ്റ്റീൽ ചെയ്യുന്നോ റിവീൽ ചെയ്യുന്നോ? ഞാൻ സ്റ്റീൽ ചെയ്യാം. ആരുടെ? എൻ്റെ. എന്നെടുത്തോ. ഇനി എനിക്ക് സ്റ്റീൽ ചെയ്യാവോ? നീ എൻ്റെ ഓപ്ഷൻ അല്ലേ, ഞാൻ വിട്ടെന്ന്. നീ എന്താന്ന് വെച്ചാൽ എടുത്തോ. എനിക്ക് സ്റ്റീൽ ചെയ്യണം. ആരുടെ? അങ്ങോ പഠിച്ചാ ആണോ? എനിക്ക് ഇതെല്ലാം സ്റ്റീൽ ചെയ്തിട്ട് തിന്നാവുള്ളൂ. അപ്പൊ എന്റെ ഓപ്ഷൻ ഇല്ലേ? എല്ലാം നിങ്ങളുടെ വിട്ടുകൊടുത്തല്ലേ? വിട്ടുകൊടുത്തു. ഒന്നും ചെയ്യുന്നില്ല. തുറക്കുന്നറിയാവോ? അങ്ങനെ ഉണ്ടോ? അപ്പൊ ഇയാളെ വിട്ടുകൊടുത്ത് ഇനി ഞങ്ങൾക്ക് എവിടെയാണ് ഉള്ളത്? ഇനി ഇവിടുത്തെ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? റിവീൽ ചെയ്യുന്നോ അതോ സ്റ്റീൽ ചെയ്യുന്നോ? ഞാൻ റിവീൽ ചെയ്യാൻ പോവാ. അയ്യോ, അതെന്താ ക്രീമെണ്ണ? അല്ല, ഇത് മറ്റേ ക്രീം ഉണ്ടെന്നല്ലേ വിചാരിച്ചതിനകത്ത് ക്രീം ബൺ. ഗൈസ്, അപ്പൊ എന്തായാലും ഞാൻ റിവീൽ എടുക്കുമ്പോ അതിനകത്തായിരിക്കും നല്ല. ഇതെന്താ? ജെല്ലി സോഡ. ഇനി എനിക്ക് റിവീൽ ചെയ്യണ്ട, സ്റ്റീൽ ചെയ്യാവാ. ഇനി നിനക്ക് റിവീലേ ഉള്ളൂ. കുഴപ്പമില്ല, തിന്നോ. ഇതെന്താണ് ഇത്? ഇത് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റൂലോ? എപ്പോഴെങ്കിലും കുടിക്കത്തില്ലേ? ഇത് കൊള്ളണം. മറ്റേ ഇതിന്റെ കൂടെ ജെല്ലിയും കൂടെ വരുമ്പോ ഇത് കൊള്ളാം. ഈ സാധനം കൊള്ളാം എന്തായാലും. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടാ കഴിക്കുന്നത്. ഇതെന്താ സാധനം? ജെല്ലി. ഞാൻ നോക്കിക്കോളാം. കണ്ണട വെക്കണ്ടേ? ജെല്ലി. അയ്യോ, അത് കൊള്ളായിരുന്നു. ബാക്കി ജോളി. ഫുള്ള് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചേക്കാണ്. ജെല്ലി ഡ്രിങ്ക് എന്നാണ് എന്റെ പേര്. ജെല്ലി ഡ്രിങ്ക്. അത് എന്താ ജെല്ലി? നാറ്റാടി കോക്കോ. എന്താ നാറ്റാടി കോക്കോ? നാറ്റയുടെ പ്രൊഡക്റ്റ് ആണോ? നാറ്റയാ? അറിയില്ല. ഇല്ല. വിറ്റാമിൻ സി. വിറ്റാമിൻ സി ഉണ്ട്, ഞാൻ കുടിച്ചോളാം. നീ ഒന്ന് പറഞ്ഞേ. എനിക്കറിയത്തില്ല. അതിനുള്ള ബോധമുള്ള ആള് പറ. അസിസ്റ്റന്റ് ഓഫ് ഡെപ്യൂട്ടി കളക്ടർ. ഇനി കുറച്ച് ഊതിയേ. ഇതെന്റെ കംപ്ലീറ്റ് എന്നാലും തീർക്കോ? തിന്നട്ടെ. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് റൗണ്ടിലെ ഐറ്റംസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം എനിക്കാണ്. സ്റ്റീൽ.
സ്റ്റീൽ അല്ല അതിനും ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. ഒറ്റ റൗണ്ടേ ഉള്ളൂ. ഇനി 2 റൗണ്ട് 3 റൗണ്ട് ഒന്നും നിനക്ക് തരത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരെ പോലെ ഇങ്ങനെ പിന്നെ നമ്മള് നാളെ രാവിലെ വേറെ ഞങ്ങളുടെ ഈഗോ വെച്ചിട്ടാണെങ്കിൽ 5 ദിവസം ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. സോ ഗൈസ് അപ്പൊ എന്തായാലും ഇനി ഒറ്റ റൗണ്ട് മാത്രമേ ഉള്ളൂ. സ്റ്റീൽ അല്ലെങ്കിൽ റിവീൽ അതിനുള്ള ഓപ്ഷൻ. അപ്പൊ ഞാൻ എന്റെ ഇത് എടുക്കുന്നത് റിവീലാണ്. ഞാൻ സ്റ്റീലാണ്. അതിങ്ങോ ഇനിയിപ്പോ റിവീൽ മാത്രം ഓപ്ഷൻ ഉള്ളൂ ബ്രോയ്ക്ക്. ഞാൻ റിവീൽ ചെയ്യാം. അല്ല എനിക്ക് എന്റെ ഓപ്ഷൻ കൂടി ഇല്ല, എന്റെ റിവീൽ ആണെങ്കിൽ ബ്രോയ്ക്ക് ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ സീൽ ചെയ്യാത്ത വീണ്ടും വേണമെങ്കിൽ ബ്രോയ്ക്ക് ഇത് സീൽ ചെയ്യാം. ഞാൻ സ്റ്റീൽ ചെയ്യാൻ പോയി ഇല്ല അത് നല്ല വെയിറ്റ് കല്ലായിരിക്കും. അത് പൊക്കി വയ്ക്കേ. അതോ രണ്ടും പട്ടി ബിസ്ക്കറ്റാ. കഴിക്കും പട്ടി അല്ല ബിസ്ക്കറ്റ്. അല്ല ഇതെന്താ സാധനം? ഇത് പട്ടികൾ കൂടെ കഴിച്ചോ നാടൻ പറ്റി. ഈ പോട്ടെ, അത് പോയി കയ്യിൽ പോയി. കഴിക്കണോ? കടിച്ചു കുറിക്കോട്. ഇതെന്താ ഇത്? വായിലിട്ട പൊട്ടും. ഇത് വായിലിടാൻ പറ്റുന്നതാണോ? ദൈവമേ, വായിലിട്. പൊട്ടുന്നുണ്ടോ? പൊട്ടില്ലേ? കടിക്കാതെ പൊട്ടും. കണ്ടോ, ഇതേപോലെ എന്തെങ്കിലും മണ്ടത്തിനെ പറഞ്ഞ വിശ്വസിച്ചോളൂ. പട്ടിയില്ലേ? ഇനി കുറച്ചേ പ്രദക്ഷിണം കേക്കട്ടാ. തൃശ്ശൂർ പൂര. ഞാൻ ഇത് പറഞ്ഞ എടുത്തിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട് കണ്ണിന്റെ ഇടയിലേക്ക് പൊട്ടട്ടെ. കണ്ണിന്റെ കണ്ണിടാൻ എന്തു വേറെ എന്തേലും ആണോ കൊടുത്തേ? ഇയാളെ ചക്കല്ല ഇങ്ങനെ ഇത് പൊട്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് ക്രീമാണ് ഓ ഇത് കൊള്ളാം. പക്ഷെ എന്തായാലും പഞ്ചാര കൂട്ടിട്ട് കേറുന്നില്ലേ? അതാണ് അടിപൊളി. അപ്പാക്കിന്റെ മൂക്കിലും പോയി മൂക്കിൽ കിടന്ന് പൊട്ടുന്നു. അതില്ല തല കിടന്നു. മണ്ട മിണ്ടാരി. അത് വയറ്റിന്ന് വെച്ചിട്ടാണ്. ഇതുപോലെ ഇട്ടിട്ട് കഴിക്കാം. എന്നിട്ട് വാതർന്നടി. കേൾക്കുന്നുണ്ടോ? ഏത്തമാര കിട്ടുന്നുണ്ടോ? സൂപ്പർ അവസരം മുതലാക്കുന്നടാ പട്ടി. ബ്രോ പെട്ടെന്ന് കഴിച്ചേ. ഓ ഇതെല്ലാം ക്രീം നക്കിയിട്ട് അതിനകത്ത് വെച്ചാൽ ഒരിക്കൂലേ? എന്തോ ഇനിയിപ്പോ ആര് കഴിക്കാൻ കഴിച്ചു കഴിയാറായോ? ഇത് അറിയാതെ പോയിട്ട് അറിഞ്ഞോണ്ട് പോലെ അറിയില്ല. നോ കഴിക്കുമോ അത് പെട്ടെന്ന്? കുറച്ച് ബിസ്ക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്നും പറയണ്ട, അവിടെ വെച്ചാ മാത്രം മതി. പ്രൊഡക്ഷന്റെ മിസ്റ്റേക്ക്. മറ്റേ ആമേനകത്ത് പോയി ചൂണ്ടയിട്ട് പിടിച്ചതാ. മതിയോ? പോട്ടെ എടുത്തിട്ടുണ്ടെങ്കിൽ. സോ ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മുടെ തേർഡ് റൗണ്ട് ഐറ്റംസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. വാട്ട് ആർ യു ചൂസിങ്? റിവീലിംഗ് ഗൈസ്. എഡ്വിൻ ബിസി റിവീലിംഗ് ആണ്. പൊയ്ക്കോ, റിവീൽ ചെയ്തോ. ഇതെന്തിനാ കട്ട് ചെയ്തേ? അന്ന് നീളത്തിൽ കിട്ടിയ നിനക്ക് ആവശ്യം ഉണ്ടായിരുന്നാ? നീളത്തിൽ കിട്ടിയ അങ്ങനെ തിന്നായിരുന്നു. ഇനി എക്കണോമി ഞാൻ സ്റ്റീൽ ചെയ്യാം. ആണോ? ഞാൻ വീണ്ടും സ്റ്റീൽ ചെയ്തു. എന്നിട്ട് അതെ വേണ്ട, പോട്ടെ. ബ്രോയ്ക്ക് വിഷമാവും.
വേണ്ട ഗൈസ്, ഞാൻ റിവീൽ ചെയ്യണം. പിന്നെ വിഷമാവെന്ന് ഓർത്തിട്ടില്ല. ഇപ്പഴാണ് ശരിക്കും വിഷമായ. എനിക്ക് തക്കാളി തക്കാളി കണ്ണിലേക്ക് ഇവിടെ ആദ്യം വല്ല മൂക്കിൽ നിന്ന് സാധനം എടുത്തില്ല, അതിന്റെ അകത്തുനിന്ന് സാധനം പോലെ ഇത്. പൊന്നു കഴിക്കുമ്പോ പഴത്തിലുള്ളത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ തിന്നാണ്. പാത്രത്തിന്റെ ഇല്ല. പീസിന്റെ ചിഹ്നല്ലേ? പീസിന്റെ നീ ഉദ്ദേശിക്കുന്ന പീസല്ല, കട്ടി വെട്ടിയിട്ടിരിക്കുന്ന പീസല്ലേ? ആ പീസിന്റെ പീസിന്റെ സിമ്പിൾ ത്രികോണ മത്തി. എന്താ കാണിക്കണ? എനിക്ക് അതിനുള്ളിൽ ഇത് ഇഷ്ടമല്ല. ഇഷ്ടമാണെങ്കിൽ തിന്നണം. എന്റെ ഇഷ്ടത്തിനുണ്ടോ ഇനി കളവാ. എന്റെ അമ്മാമ്മയുടെ കൂടെ പഠിച്ചല്ലോ അവിടെ ഫുഡ് ചലഞ്ച് കളിച്ചോണ്ടിരിക്കുക. നല്ല പ്രായമുണ്ടല്ലോ, ഇപ്പോഴും വലിച്ചോണ്ടിരിക്കുക എന്റെ അമ്മാമ്മേനെ പോലെ. അമ്മ ഇല്ല കേട്ട് കാണത്തില്ലായിരിക്കും, എനിക്കറിയാം, മനസ്സിലായി. അടുത്തത് അവിടുന്ന് തുടങ്ങുന്നേന്ന്, അടുത്തത് അവിടുന്ന് തുടങ്ങുന്നേന്ന്. ഇപ്പൊ മനസ്സിലായോ? സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ 4th റൗണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് തൊട്ടാ നമ്മള് ചാൻസ് കളയും. അത് സാധനം തന്നെ നമ്മൾ എല്ലാവരും എടുക്കും. അതിനുണ്ട് തൊട്ട് വെക്കോ, വേണമെങ്കിൽ പൊക്കി വെക്കോ, എന്ത് വേണ്ടേ. മുത്ത് കളകളാണ് ഇത്. തന്നെ നൈസായിട്ട് പൊക്കി നോക്കുന്നു, തൊട്ട് നോക്കുന്നു. പിന്നെ ഇറങ്ങി ക്രൂ എടുക്കാൻ പോകുമ്പോ അവരുടെ പുറകെ പോകാൻ നോക്കുന്നു. ടോയ്ലറ്റിൽ തുരങ്കം ഇട്ടിരിക്കുന്നു നോക്കാൻ വേണ്ടി. ടോയ്ലറ്റിൽ കയറി ഇരുന്ന് നോക്കുന്നു, കുനിഞ്ഞു നോക്കുന്നു, കിടന്ന് നോക്കുന്നു. ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് 4th റൗണ്ടിലേക്ക് സ്റ്റീൽ ഓർ റിവീൽ. പൊക്കല്ലേ, പൊക്കാന്ന് പറയണം. സ്റ്റീൽ ആരുടെ? പട്ടിയാണോ? പട്ടിയാണോ? ഞാൻ പറയില്ല, പട്ടി. ഇത് ഓട്ടയാണോ നിങ്ങളൊക്കെ? എന്നിട്ട് ഇപ്പൊ നിങ്ങള് സ്റ്റീൽ പറയുമ്പോ നൈസായിട്ട് അതിങ്ങ് എടുക്കുമല്ലേ? ഞാൻ ഇത് റിവീലാ പറയുന്നത്. ഞാൻ റിവീല. നിന്റെ റിവീൽ തന്നെ? ഞാൻ റിവീല. ഇപ്പൊ എന്റെ എന്തെങ്കിലും പോപ്കോൺ. അത് പോപ്കോൺ ശരിയാ. ഇത് അപ്പി കണക്കിരിക്കുന്നു. അത് ഇതായപ്പോ തിന്ന്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാനാ ഇത് ഫേസ് ചെയ്യാറ്. ബാക്കി 5 കപ്പൊക്കെ ഉണ്ട്. ഐസ്ക്രീം അല്ല, വെള്ളം, പച്ചവെള്ളം. ആ കുപ്പിയിലെ വെള്ളമെങ്കിലും എന്താ? ബ്രോ മണ്ട, ഇയാൾ അത്രയും സാധനം അതിനകത്ത് ഇട്ടേക്കല്ലേ. അങ്ങനെ അല്ലടോ കഴിക്കേണ്ടത്. പല്ലി 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 എന്റെ അമ്മ ഇത് കൂട്ടി കഴിച്ചത് തെറ്റാവും. അങ്ങനെയൊക്കെ വരുമ്പോ പല്ലിനെ നോക്കിയാൽ മതി. പല്ലി ഞാൻ കുടിച്ചോളാം. തേങ്ങ. ഓ ചിന്തമേ, എനിക്കൊന്ന് ആലോചിക്കാനേ അറിയാം. ഒന്നാ പഴങ്കഞ്ഞി ചലഞ്ചിന്ന് എടുത്ത് കഴിച്ചപ്പോഴേ ഞാൻ എടുത്തു. എക്സ്ചേഞ്ച് അടിക്കാൻ പറ്റും. ഒരു എക്സ്ചേഞ്ച് തരാമോ? കിട്ടാൻ ഇത് കൂട്ടി കഴിച്ചാൽ അടിപൊളിയായിരിക്കും. തന്നൊക്കെ പറഞ്ഞ കേട്ടോ. ഇത് ഈ ഒരെണ്ണം മാത്രം കഴിച്ചാൽ ഓഫർ. അല്ല, ഞാൻ 3 കൂടെ കഴിക്കാം. അത് മൊത്തം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കപ്പിക്ക് ഞാൻ ഓഫർ ചെയ്യും. 3 കഴിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കപ്പിക്ക് ഓഫർ ചെയ്യും. എന്തെങ്കിലും കുറയ്ക്കണം. അത് ഏറ്റെടുക്കാവോ? ഓഫർ ഏറ്റെടുക്കാവോ? ഓക്കെ ഓക്കെ. ആദ്യം അത് കഴിക്കും. 2 തരുമോ? 2 തരാം. ആ മൊത്തം കഴിച്ച് തീർക്കണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ലൈക്ക് കാണിക്കണം. കരഞ്ഞോണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം പറയണം. പറയും കമ്മലിപ്പൊ കഴിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാണ്. ഇതിനകത്ത് കുഞ്ഞിനാണോ വലുത്? വേണ്ട, വലുത് വേണ്ട. നിനക്ക് വേണ്ടി ഞാൻ പൊടിച്ചു വെച്ചേക്കുന്നുണ്ടാ. കുറെ ഫുള്ള് കഴിച്ച. ഹായ് സ്മൈലി.
മണത്ത് ഇങ്ങനെ ചിരിച്ചു വയ്ക്കുന്ന കസ്റ്റമേഴ്സ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് എന്റെ ദിവസം ശരിയല്ല. എന്ത് ഇന്ന് എനിക്ക് പണികളായിരിക്കും വരാൻ പോകുന്നത്. ഇന്ന് വരാൻ പോകുന്നത് പണികളാണെന്ന് എന്റെ മനസ്സ് പറയുന്നത്. അതങ്ങ് വായിലിടും. നിർബന്ധിച്ച് ഡീപ്പിക്കല അത് ശോക. എന്തിത്? ഓ അയ്യോ അമ്പതേമേ വസൂക്കയിൽ മാത്രല്ല അടുത്ത ബാഹുബലിയില് ഇതെന്താ എരിവില്ലാത്ത ഇതില്ല എരിവില്ല. ഞാൻ വിചാരിച്ചു എരിവുള്ള സാധനമായിരിക്കും. ഇതെന്ത് സാധനം? ഞങ്ങൾക്ക് ആ മണത്തിൽ നല്ല എരിവുണ്ടല്ലോ അതിന്റെ ഇതില്. ഇല്ലടോ എത്തിയിട്ടില്ല, എരിവില്ല. എന്ത് നീ എന്ത് പോകയാണ്? അപ്പൊ അടുത്തായിട്ട് എനിക്ക് കിട്ടുവേ ഇയാളുടെ ഫൗൾ. രണ്ടുപേരും ഫൗൾ കാണിച്ചു. അയാൾ കൊടുത്ത ഇയാൾ മേടിച്ച് ഇയാൾ തിന്ന് ഫൗളല്ല. അതല്ലേ പൗള്, ഇത് പൗളാ. ഇതെന്തൊരു പൗളന്ന്? പൗളല്ലേ? പണിഷ്മെന്റ് ഒരു മുളക് കൂടി കഴിക്കട്ടെ. അതെ എരിവില്ലാത്തല്ലേ? അതെ എരിവില്ലാത്ത മുളകാ. എരിവില്ലാത്ത മുളകല്ലേ? അപ്പൊ കൊടുത്ത ആൾക്കും പിന്നെ കിട്ടിയ ആൾക്കും കൊടുത്ത ആൾക്കും പണിയാ. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാനെടുത്ത് തിന്നും. നിങ്ങൾ ഇതിനെ കൊടുത്തു ഷെയർ ചെയ്യാൻ പോയ തിന്നോ? സീനൊന്നുമില്ല. എരിവില്ല, എരിവില്ലാത്തയാ ഒറ്റക്കടി. നിങ്ങൾ മറ്റേ കഞ്ഞിൻ്റെ കൂടെ ഒക്കെ തിന്നുന്നല്ലേ? ഭ്രാന്തന്മാരാ. ഇതൊക്കെ ഭ്രാന്താക്കാ. ഓ എന്റെ വയറാകുന്നേ. എരിവില്ലേ? ചുമ്മാ എരിവില്ലേ? ഇതൊക്കെ മറ്റേ 90s അറിയില്ല. അത് ഫുള്ള് കഴിച്ചിട്ട് കത്തിയാ. അത് വിഴുങ്ങാൻ കാണിക്കുന്ന മനസ്സേ. വയറാന്തു വയറ്റിലേക്ക് പോയാ പിന്നെ ഒരു 3-4 ഷേക്കും ഒരു 10 കേടൊക്കെ കഴിച്ചാലേ പറ്റുള്ളൂ. യോഗട്ട് കഴിച്ചില്ലേ? അല്ല എരിവില്ലെന്ന് നെക്സ്റ്റ് റൗണ്ടിലേക്ക് അപ്പോൾ നമ്മുടെ 5ാമത്തെ റൗണ്ടിലേക്ക് എത്തിയപ്പോൾ എന്താണ് ഓപ്ഷൻ? ലൈക്ക് ഞാനല്ല തീരുമാനിക്കേണ്ടത്, എനിക്ക് ആലോചിക്കണ്ടേ? ബാക്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇത് ടാക്ടിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. ക്രൂ ടാക്ടിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. കയ്യാൽ എനിക്ക് പണി കിട്ടിയില്ലേ, അതുകൊണ്ട് എന്റെ അടുത്ത് നല്ലതല്ല വെക്കുക. എന്റെ അടുത്ത് പണിയായിരിക്കും വെച്ചേക്കാം. ആണോ? പക്ഷെ എന്റെ അടുത്ത് അടിപൊളി സാധനമായിരിക്കും. ഞാൻ സ്റ്റീല്. ഓക്കെ പറഞ്ഞോ. സ്റ്റീല് ബ്രോയാ സ്റ്റീല് കാണിച്ച്. ഇനിയപ്പ എങ്ങനെ 3 അല്ലേ ഓരോരുത്തർ നോക്കിയാ മതി. ആ ബ്രോ നോക്കിയോ? ഞാനോർത്ത് ഇയാളെ കൊണ്ട് ഇയാളെ അഡിക്റ്റ് ആയി പോയാലുള്ള വിഷയം ഇതൊക്കെ.
കോണെന്ന് വെച്ചാൽ പക്ഷെ ഇതിന്റെ സ്പെല്ലിങ് നോക്കും. ഞാൻ വിചാരിച്ചു ഇതൊക്കെ പ്ലേറ്റിലും വരാൻ തുടങ്ങി. ഇത് സ്ത്രീ അത് നൈസ്. അപ്പൊ എന്തായാലും എന്റെ ഞാൻ നോക്കാം. ക്രീം ഫണ്ട്. സോ ഗൈസ് അപ്പൊ നമ്മുടെ എന്റെ പൊക്കിയില്ല പറയട്ടെ കോൺ വന്നെന്ന് പറയട്ടെ. മറ്റേത് പറഞ്ഞേ കോൺ വന്ന് അതിന് നിന്നെ നോക്കട്ടെ. വാട്ട് ഈസ് അതിന് നിങ്ങളുണ്ടോ? ഇതെല്ലാം കുടകല്ല കുരുമുളക്. ഇത് കോണാ. എനിക്കിഷ്ടമല്ല സത്യം പറഞ്ഞ. എനിക്കിഷ്ടമുള്ള സാധനമാണ് എനിക്കിപ്പോ കിട്ടിയത് സത്യം പറഞ്ഞ. ക്രീമാണ്. ഇതൊക്കെ ഇങ്ങനെ അറിയാൻ തുടങ്ങി. എന്തിനാ ചിരിക്കണേ? ഇത് പച്ചയാണോ? സ്വീറ്റി. ഇത് വീട്ടിൽ നിന്നുള്ള കുരുമുളകാണല്ലോ. അതിന് പപ്പം ഇത് വീട്ടിൽ നിന്നുള്ള കുരുമുളക്. 10-15 നാടൻ കുരുമുളകാ. വീട്ടിൽ നിന്നുള്ളതാ. നിന്റെ ചുമ, ജലദോഷം, തൊണ്ടവേദന, കഫക്കെട്ട് എല്ലാം പിണ്ണതൈലം ചുമ മരുന്ന് അത് ഇത് തേങ്ങ പിണ്ണതൈലം എല്ലാ നിറവിനും മുടവിനും നാരങ്ങ കൂട്ടി പിഴിഞ്ഞിട്ട് അങ്ങ് അടിച്ചാൽ മതി. കട്ടച്ചായ ഇട്ടിട്ട് കട്ടച്ചായ കൂടെ ഇട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യ. വയ്യില്ലേ? എന്നാ പിന്നെ ഇറങ്ങി പോക്കാം. കുരുമുളക് നല്ലതാ ജലദോഷത്തിന്. അതാ കഴിക്കുക. അതാ ഊണാണ്. അതേപോലെ ഇത് കൊള്ളാട്ടോ. ഞാൻ നശിപ്പിക്കല്ല. ഇനി എക്സ്ചേഞ്ച് എന്നാ കൊടുക്കൂടെ കൂടെ എന്ത് വേണ്ട. കുറച്ച് കുളകുന്നാ മതി. കുറച്ച് കുളകുന്നാ മതി. കുറച്ച് വെള്ളം വെള്ളം. ഞാൻ 2-3 തിന്നാണ്ട് പറഞ്ഞോളൂ. 4-5 കുപ്പി കിട്ടാൻ കുപ്പി കൊണ്ട് പോയായിരുന്നു. എന്നിട്ട് ഇതൊക്കെ ഫൗളാട്ടാ. അടപ്പ് പിന്നെ എന്തിനാ പോകണ്ടോ? അമ്മ എന്താടാ മറ്റേ മുളക് അച്ചാറെടുക്കട്ടെ. അയ്യോ നീ എത്ര കഴിച്ചതാ? ഒരു ആവേശത്തിന് ഇത് മാറുമെന്ന് വിചാരിച്ച്. പച്ചക്കുരുമുളക് കഴിച്ചാൽ നല്ലൊരു ആരാണേലും കടിക്കുന്ന. നീ മറ്റേ ഇഞ്ചക്ഷൻ എടുത്തോ ഇത് വേണോ? വയലേക്ക് കാറ്റിട്ട് ഞാൻ പുള്ളി കഴിച്ച് കഴിഞ്ഞടാ. ഞാൻ പുള്ളി കഴിച്ച ക്രീമന്നെ. ഇത് കൂടി തന്നെ കുരുമുളക് ആരും ഇങ്ങനെ കഴിക്കരുത്. അവിടെ മാസ് കാണിക്കും. എന്റെ ഇതുപോ പനിയും ഇതൊക്കെ. ഇയാളെ പറഞ്ഞേ മറ്റേ പോയിട്ട് ഞാൻ അൽസർ വരും. വേണത് ഇയാള് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിരുന്നില്ലേ? കഴിക്കോ ബ്രോ? ഇത്രയും അരിവ് എടുക്കുന്നതിന് കൊടുക്കണം കേട്ടല്ല. എന്റെ മനസ്സ് ഞാൻ വീണു അതുകൊണ്ട് ഞാൻ കൊടുത്തത്. പക്ഷെ കഴിക്കണമെന്ന് പറഞ്ഞു. അതിപ്പോ എന്താ 4 എണ്ണം ബ്രോ കഴിച്ചിട്ട് അത് കൊടുക്കുക ബ്രോ. ഒരു സുഹൃത്ത് ബന്ധമല്ലേ ബ്രോ? സോ ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ? സോ ഗൈസ് അങ്ങനെ നമ്മുടെ 6th റൗണ്ടിലേക്ക് എത്തിയപ്പോൾ ചൂസ് ചെയ്തോ. എന്റെ യൂസ് അല്ലേ? ഐ ചൂസ് റിവീൽ. റിവീലാണോ? റിവീൽ ചെയ്തോ. ഫുഡ് ചലഞ്ചിൽ ആദ്യമായിട്ട്
ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്താണ് ഞാൻ റിവീല് പുട്ട് പുട്ടും ബീഫും പുട്ട് ചിക്കൻ കറി ബ്രോ പുട്ടും ഗ്രീൻ പീസും അല്ലടാ ചിക്കൻ കറിയാന്ന് തോന്നുന്നുണ്ട്. ചിക്കൻ കറി അത് കലക്കി വലിച്ച ചിക്കൻ കറി അത് ഒരു വെളുപ്പില്ല ലെഗ് കണ്ട ചിക്കൻ കാലിടാ. പിന്നെ ഞാൻ ഇതെന്തിനാണ് ഇഞ്ചിയാണാ പാവയ്ക്ക ദിവസമാണല്ലോ. കേമായിരിക്കണോ കഴിക്കോ? ഞാൻ പറഞ്ഞില്ല ഇന്ന് എന്റെ ദിവസം എനിക്ക് അറിയത്. ഇന്ന് നിങ്ങളുടെ ദിവസാ ബ്രോ. ചിക്കനും പുട്ട് എടുത്തിട്ട് വേണ്ട കൊടുക്കണ്ട. ഞാൻ പിസ്സ തിന്നോ വലിച്ചില്ലേ വലിച്ചെന്ന്. ഓ ചിക്കൻ പിസ്സ ബ്രോ. പിസ്സ എങ്ങനെയുണ്ട്? അതെ, ഒരു പാവയ്ക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടോ? ഒരു പാവയ്ക്ക കഴിക്കാൻ ആഗ്രഹമില്ല. ഒരു പാവയ്ക്ക് ഒരു പീസ് തരാം. ഇല്ല. അപ്പൊ ഇനി ഇത് ഞങ്ങള് മൊത്തം കഴിക്കാം. അഖിൽ, ഞാൻ ഒരു കാര്യം പറയാം. നീ ഇപ്പൊ ഈ കഴിക്കുന്നതിന്റെ കൂടെ ഇത് ഇങ്ങനെ ഉള്ളി ഇട്ടിട്ട് കഴിച്ചാൽ അതൊന്നും അറിയത്തില്ല. ഒരു പീസ് ഒരു പാവയ്ക്ക്, 2 പാവയ്ക്ക, 3 ആക്കാം, 4. ബ്രോ പിന്നെ ബ്രോയുടെ വീടും പറമ്പ് എഴുതി തരാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. ആദ്യം കേട്ടാ ഫുഡ് ചലഞ്ചിലൊക്കെ എനിക്ക് കിട്ടുന്നേ. ലാസ്റ്റ് ഉണ്ടായിരുന്നാ ലാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രോ ലെഗിൽ അത്ര കടി വേണ്ട കേട്ടാ. പിസ്സയൊക്കെ ഉള്ളയാ, ചിക്കൻ പിസ്സ. കൊതി ആൾക്കല്ല കഴിക്ക്. ബാത്റൂമിൽ ഇറങ്ങട്ടണം പട്ടികളെ. ഇത് കഴിച്ചിട്ട് ബാത്റൂമിൽ ഇത് 5 എണ്ണം കഴിക്കണമെന്നല്ലേ ആൾക്കാർ പറയുന്നത്. ആൾക്കാരാ മൊത്തം നമ്മൾ മൊത്തം കഴിക്കുന്നു. ആ ശരി. പൂപ്പലാ ഇത് പൂപ്പലുള്ള സാധനമൊക്കെ എനിക്ക് എന്താണ് ഇതെന്തൊരു പൂപ്പല് അത് പാവക്കൂടെ ഫ്രീയാ. കുരു പഴുപ്പ് ആണോ? എന്നാ കഴിച്ചോ. ആണോ? ഇച്ചിരി പാവന്റെ പാവയ്ക്ക് കഴിക്കേണ്ട എല്ലാം വരത്തുള്ളൂ. ശരിയില്ല വേണ്ട. അങ്ങനെ ചലഞ്ചില് പൗള് കാണിച്ചുള്ള ബന്ധങ്ങളൊന്നും നമുക്ക് വേണ്ട. ഞാനതല്ല ഇത് എങ്ങനെ ഈ നടുക്കരുത് ഇങ്ങനെ തിന്നുന്നല്ലേ. ഓ എന്നിട്ട് ഒരു ഉറുപ്പിലായി തിന്നുന്നത് കൈപ്പണ്ട. ഞാൻ പാവയ്ക്കാനും മനസ്സിലാലോചിച്ചിട്ട് ഉള്ള കാര്യം പറഞ്ഞേ. കമന്റ് ബോക്സിൽ എല്ലാരും കണ്ണു വെച്ചിട്ടുണ്ട്. ഈ കുറച്ച് കമന്റ്സ് ആയിട്ട് അല്ല കുറച്ച് വീഡിയോസ് ആയിട്ട് എനിക്ക് കുറെ സാധനം ഇട്ടുള്ള എല്ലാം കണ്ണു വെക്കരുത്. കൊമ്പൻ മറ്റേ ഞാനും കണ്ടായിരുന്നു. എന്താന്നറിയില്ല ഗ്രാഫ് പിടിച്ചങ്ങ് ഇടുക്കി വരെ പോയി. എന്തായാലും ഗെയിംസ് കൊമ്പൻ അത് പറഞ്ഞാൽ ശരിയായില്ല. ഇപ്പൊ നിങ്ങളെ പൊക്കിയെടുക്കുന്ന ഓഡിയൻസിനെ കുറിച്ച് എന്തൊക്കെയാ അപവാദങ്ങളല്ലേ പറയുന്നേ. വെള്ളം തരൂ കൂട്ടടിക്കാനായിരുന്നു. ജ്യൂസായി കുടിക്കാൻ ഇത് വിളക്കുന്നേ. പിന്നെ വെള്ളം ഇല്ലെങ്കിൽ ഇടിക്കാൻ തിന്നു കഴിഞ്ഞിട്ട് വെള്ളം എന്ന് പറയല്ലോ എന്നോട് കേട്ടല്ല. തൊണ്ടേ കൊടുക്കും ഇല്ലേ വെള്ളം ചോദിക്കും. വെള്ളത്തിന്റെ കോട്ട കയറുന്നേട്ടാ. വെള്ളം ഇല്ലെങ്കിൽ അതിന് പിന്നെ അത് വെള്ളത്തിൽ മാത്രം. നാളത്തെ ഊഹം നീ ഒന്നും ഞാൻ ഓ അത് പിന്നെ ആ ഒരു വൈബ് അറിയാലോ. ഫേവറേറ്റ് സാധനം പുട്ടും ചിക്കനും കട്ടനും പാവയ്ക്ക. എന്റെ വായിലേക്ക് ഇട്ടത് ബ്രോ തിന്നുമ്പോ മൊത്തം ഇങ്ങനെയാണ്. ഈ പിള്ളേരെ പോലെ താടിയിലും മുടിയിലെല്ലാം ആക്കിയിട്ട്. ചിക്കനുള്ളവരും താടിയുള്ളവരും അങ്ങനെയാ. അയ്യോ മതിയായി കഴിക്കണ്ട കഴിക്കണില്ല. ഇതാ നിൽക്കണം.
അർജുൻ അർജുൻ ക്യാച്ച്. കഴിക്കണം. ഞാൻ ഓർമ്മ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. കഴിച്ചോ. അധികം മാസം ഉണ്ടാ. ഞാൻ മാസമായിട്ട് കിടന്നത് 2 ദിവസം. ഞാൻ മാസമായിട്ട് കിടന്നേ 2 ദിവസം. എന്റെ ആസില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ നടന്നേ. അർജുൻ വാടാ. തീപ്പൊരി പമ്പരം കറക്കിയട ഇടിവെട്ട് മാമിട്ടീന് തീട്ടെളുത്ത എന്തിനാ അമർന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന കൊമ്പാച്ചനല്ല കുറങ്ങാച്ചൻ. കൊരങ്ങച്ചൻ ഗൈസ്. എടി ഇതിനകത്ത് ഇനി എന്ത് അടിച്ച് നാക്കി തിന്നെ എന്താന്ന് വെച്ചാ തിന്നുവല്ലേ. എന്തൊരു ചാറ ഇത് എവിടെ നിന്ന് മേടിച്ചത്? കൊള്ളല്ലോ ഇത്. ആ ചാറ് കാണുമ്പോ തന്നെ കഴിക്കുന്നു ഒന്ന് തൊലിച്ച്. കൊതുവിട്ടല്ലേ 2 പാവക്കേക്ക് എരിയുന്നുണ്ടല്ലോ ചെറുതായിട്ട്. വേണ്ട കൂടും. കുറച്ചോളം എടുത്തോ. വെള്ളമില്ല, വെള്ളം തീർന്ന എന്നിട്ട് അവിടെ കഴിച്ചിട്ട് ഇവിടെയാണല്ലോ പോയത്. പാവയ്ക്ക് ഗുളുകുളു വെച്ച് തുടങ്ങിയെന്നു. ആദ്യത്തെ മറ്റേ പൊട്ടണ സാധനം കൊണ്ടുപോയിട്ടില്ലായിരുന്ന കെമിക്കൽ റിയാക്ഷൻ. ലാസ്റ്റ് ഒരെണ്ണം കൂടെ കഴിക്കാം. സോറി കൊമ്പാച്ചൻ കൊമ്പാച്ചൻ അടിക്ക് കഴിക്ക്. ഒറ്റക്കടി കൊമ്പാച്ചൻ. വാവ്. വട്ട ഗെയിം അല്ലേ? വട്ട ഗെയിം. ഞാൻ കണ്ടേ ഇതാണ് ഒറിജിനൽ. ബുദ്ധി വരുന്നത് ഇങ്ങനെയാ. ബ്രെയിനാണ്. കഴിച്ചോ? സോ ഗൈസ്, അപ്പൊ എന്തായാലും ഇന്നത്തെ ചലഞ്ച് ഗൈസ് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ടീഷർട്ട് ബ്രാൻഡായ ഹൈവെക്സിന്റെ പ്രൊഡക്ട്സ് താഴെ നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടവർക്ക് ചെക്കൗട്ട് ചെയ്യുക. നല്ല പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള സാധനം കമന്റും കൂടെ ചെയ്യുക. ആൻഡ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ജക്ടർമൈമിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആരും ഫോളോ ചെയ്യണ്ട. പാവപ്പെട്ടവരാണ് ജക്ടർമൈമി അല്ലേ? 2 പ്രാവശ്യം പറഞ്ഞു നടക്കുക, 2 പ്രാവശ്യം. അതുകൊണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ജക്ടർ JEKTORMIME. അത് ഇക്കടെ മൈമി കോപ്പി അടിച്ചാൽ അത് ഇവിടെ വന്നപ്പോഴാണ് മൈമി എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ആൻഡ് നമ്മുടെ എല്ലാവരും ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ. മണി പൊൻവെയിൽ നാൾ മുഴുവൻ നിറയത്താൽ അഴകേ നിൻ തരണ്യം മൂടലേ അലയിലാവുമീ കാറ്റിൻ കാണിൽ നിന്നെ പൊന്നിൻ നക്ഷത്രം നക്ഷത്രം